സുന്നി യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയും കബാബും. എന്നാൽ നെയ്ച്ചോറ് ഉണ്ടാക്കി നിൽക്കുമ്പോൾ കാണിച്ച് തരാം. ഇങ്ങനെ കണ്ടില്ലേ, നല്ല ഒരു ഇതാണല്ലേ, നന്നായി നെയ്ച്ചോറ് വന്നിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള ഉള്ളി ഇതെല്ലാം ഇട്ടിട്ട് ഒരു നെയ്ച്ചോറ്. ഇപ്പം നമുക്കിതിൽ കുറച്ച് ഉള്ളി വന്നതാട്ടോ. ഞാൻ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ട് എണ്ണയിൽ വെച്ചിട്ട്. അത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് സിമ്പിളായിട്ടൊന്ന് ഇട്ടൊന്ന് നമുക്ക് കൊടുക്കാം. ഉള്ളി ഞാൻ അധികം മൊരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഉള്ളി ഒരുപാട് മൊരിക്കുന്നത് ഇഷ്ടമല്ല. കണ്ടില്ല, ഇങ്ങനെ സൂപ്പറായിട്ട് നെയ്ച്ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കനായിട്ടുള്ള ചേരുവകൾ നമുക്ക് പാകമാക്കാം. അതിനു വേണ്ടി ആദ്യം നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് ചിക്കൻ്റെക്കുള്ള ചേരുവകളെല്ലാം ചേർത്തിട്ടൊരു വറുത്തെടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ അധികം യൂസ് ചെയ്യണ്ട, കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് നമുക്ക് ഇനി അതിലേക്ക് വേണ്ടത് നമ്മൾ ചിക്കനിലേക്ക് മസാല തയ്യാറാക്കാൻ പോകണം. അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്യാസ് കമ്മിയാക്കി കൊടുക്കും. ആദ്യം നമ്മൾ ഒരു തക്കാളി ഇടാം. ഒരു തക്കാളി രണ്ടാക്കി മുറിച്ചിരിക്കുകയാണ്. പിന്നെ 2 കഷ്ണം ഇഞ്ചി, പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് കറാമ്പട്ട, കുരുമുളക്, പെരുംജീരകം, ജീരകം. ഗരം മസാലയുടെ പകരമാണ് നമ്മൾ പെരുംജീരകം യൂസ് ചെയ്യുന്നത്. ഉള്ളി ഇടാം, വലിയ നല്ലത് നീളത്തിൽ കട്ട് ചെയ്താണ്. നമ്മളിത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയ നല്ല ഇങ്ങനെ പൊരിപ്പൊരിയായിട്ട് ഇളക്കി കൊടുക്കും. അത് അധികം നമുക്ക് മൊരിയൊന്നും വേണ്ട, ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ മതി. നമ്മളിത് കുറച്ച് തേങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വറക്കുമ്പോൾ ഇടാനും കുറച്ച് ചാറ് വെക്കുന്നതിലേക്ക് ഇടാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എരിവ് അറിയാണ്ടിരിക്കാനാണ്. പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില ഇതെല്ലാം ഇടാം. ഇട്ടിട്ടൊന്ന് നല്ലപോലെ നമ്മൾ ഇളക്കും. കുറച്ച് കല്ലുപ്പിടാം. കല്ലുപ്പാണ് കറികൾക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഒരു കുറച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം. ഞാൻ കുറച്ച് ഉപ്പിട്ടു. ഇതിൽ കൂടെ എല്ലാം ഉപ്പിട്ട് നല്ല ഇളക്കും. ഉപ്പ് ഇടുന്നത് എന്താ വെച്ചാൽ ഉള്ളി വേറെ നമുക്ക് വാടി കിട്ടും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് എത്ര ചാറത്തിന് അതിനനുസരിച്ചിട്ട് കുറച്ച് ചിക്കൻ പൊടി ഇടാം. കുറച്ച് ഇട്ടിട്ടുള്ളൂ, കുറേശ്ശെ ചിക്കൻ പൊടി. ഒരു കുരുമുളക് ഇട്ട കാരണം നമ്മൾ പൊടി ഇടുന്നില്ല. ഇനി കുറച്ച് മുളക് പൊടി, കുറച്ച് എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി യൂസ് ചെയ്യാം. പിന്നെ ഒന്ന് മല്ലിപ്പൊടി. ഇത് നമ്മൾ വീട്ടിൽ മുളകും മല്ലി ഉണക്കി പൊടിച്ചതാണ്. ഇത് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണക്കി പൊടിച്ച കാരണം. അങ്ങനെ നമുക്കിത് ചേരുവകൾ എല്ലാം ഇടുന്ന സമയത്ത് ഇതും കൂടി അതിൽ വറക്കിയിട്ട് വേണം നമ്മൾ അരയ്ക്കണം. ഇതിലേക്ക് ഇത്ര ചേരുവകൾ വേണ്ടോ. ഗ്യാസ് കമ്മിയിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വേണ്ട, ഇങ്ങനെ ഒന്നും നല്ല നല്ലൊരു ചെറിയൊരു മണമാക്കി വരും. ഉള്ളിൻ്റെ ഇഞ്ചിൻ്റെ ഇത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടോളം. എന്താ പറയുക, നമ്മൾ പേസ്റ്റാക്കി കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൽ കൂടെ ഇടുമ്പോൾ വറുത്താവും. കുറച്ച് നമ്മൾ വറക്കണയിലേക്ക് ഇടുന്നത് നല്ല ഇത് കൂട്ടി വയ്ക്കും. വേഗം ആവട്ടെ. ഉച്ച നേരമായി, ഭക്ഷണത്തിൻ്റെ സമയമായി. നമ്മളത് ഒന്ന് വറക്കി മാറ്റി വെച്ചു. ഇതൊന്ന് ആറട്ടെ. മിക്സിയിലിട്ടു നമ്മൾ അതിന് ശേഷം അരച്ചെടുക്കുക. ആറിയ ശേഷം നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. കുക്കർ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഇതാക്കുക. അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കുക്കറിൽ അരച്ചെടുക്കും. ഇത് ആറിയിട്ട് അരച്ചെടുക്കണതിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള ചിക്കനിലേക്കുള്ള ഉള്ളി, തക്കാളി എല്ലാം ഇട്ട് നമുക്ക് ഒന്ന് വറുക്കാം. അപ്പോഴേക്ക് ഇത് റെഡിയാവും.
പച്ചമുളക്, കരിവേപ്പില, മല്ലിയിലയും കൂടി നല്ല അരച്ചെടുത്താണ്. ഇത് തക്കാളി ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. 4-5 പച്ചമുളക്. എരിവ് ഒരുപാട് വേണ്ട, വറുത്തത് കുറച്ച് ചട്ടി വേണം. നമുക്ക് കുറച്ച് കാണിക്കില്ല, നമ്മൾ താഴെ കാഞ്ഞു വരുന്നുള്ളൂ. കാറിയ നോക്കാം, നമ്മൾ അരച്ചെടുക്കും നല്ല പോലെ. നമ്മളിത് നല്ല അരച്ചെടുക്കണം. നമ്മൾ ഈ സാമ്പാറിനൊക്കെ അരച്ചെടുക്കില്ലേ, അതുപോലെ നമ്മളിത് അരച്ചെടുക്കണം. പിന്നെ ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു, ഒരു വിധം നമുക്ക് ഉള്ളി ഇതൊക്കെ വാടി കിട്ടേണ്ട എണ്ണ ഒഴിച്ചു. അങ്ങനെ ഇളക്കി കൊടുക്കാം. എണ്ണ നല്ലൊന്ന് ചൂടാവട്ടെ, ഒന്ന് ആറിയ നോക്കാം. ലൈറ്റായിട്ടൊന്ന് ആറിയിട്ട് ആറാമത്തൊന്ന് ഇളക്കി കൊടുക്കാം. വിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് ഉള്ളി. ഇത് ചിക്കൻ ചാറാണ്, ഗ്രേവി പോലത്തെ ചാറാണ് വെക്കാൻ പോകുന്നത് നമ്മൾ. ഒരുപാട് ചാറുമല്ല, ഒരുപാട് ഗ്രേവിയല്ല, ഒരുവിധം. കുറച്ചുള്ളി നല്ല ഇളക്കി കൊടുക്കും. ഇതിൽ ഉപ്പ് അതങ്ങനെ ഇടണ്ട. നമ്മളെന്താ വെച്ചാൽ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ വടക്കണ മസാലയിൽ നമ്മളധികം ഉപ്പിട്ട്, അത് തന്നെ ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ ഒരു ഇതാകുമ്പോഴേക്കും ഒന്ന് വാട്ടം വെച്ചിട്ട് എണ്ണയിൽ കിടന്നപ്പോഴേക്കും നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ലപോലെ വടങ്ങിയിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ ഐറ്റംസും അതിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം കൊടുക്കാം. വെള്ളത്തിൽ തന്നെ ഇതിൽ മസാലയൊക്കെ ഒന്ന് അരച്ചെടുത്താൽ മതി. വളർത്തി കൊടുക്കാം. ഉള്ളി നല്ല വാടിയാലും ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വലിയ ഉള്ളിയാണ് ഇതിൽ, ചെറിയ ഉള്ളിയാണ് ഇതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് മിക്സി അരച്ചെടുക്കാം. അടുക്കള കുഞ്ഞടുക്കളയാണ്, പിന്നെ കുറച്ച് ഇങ്ങനെ മൈ പോലെ ഇങ്ങനെ നല്ലതിൽ അരച്ചെടുക്കാം. നമുക്ക് ഉള്ളി വതങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കും. നല്ല ഈ പച്ചമണമൊക്കെ പോകണം. പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു മണം വരും. നല്ല വതങ്ങട്ടെ, തക്കാളി ഇതൊക്കെ നോക്കട്ടെ. വതങ്ങട്ടെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഉള്ളിയും ചില്ലിയും എല്ലാം നല്ല മണം വരുന്നത്. നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല കൊടുക്കാം. മസാല
ഇതായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇത് നല്ല വതങ്ങണം. നമ്മുടെ ഈ മസാല നല്ല വതങ്ങി ഒരു പച്ചമണമൊക്കെ പോകണം. ഇങ്ങനെ നല്ലതുപോലെ കൊഴുകൊഴുന്നുള്ള മസാല ഇങ്ങനെ നല്ല ഒരു നല്ലൊരു ഗ്രേവിൻ്റെ ഒരു ഇതായിട്ടുണ്ടാവും മസാല. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്, അത് കാരണം നമുക്കിനി ഒന്നും ഇത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എരിവ് വേണമെങ്കിൽ ഇടാം, പോരെങ്കിൽ അത്രയായിട്ട്. അങ്ങനെ മണം വരണം, നല്ല മണം വരണം. സമയത്ത് ഇപ്പോൾ കുറച്ച് മല്ലിയില ഇത് കുറച്ച് വറക്കും, നല്ല ഇളക്കി കൊടുക്കണം. നമുക്ക് പിടിക്കാണ്ട് അടിയിലിങ്ങനെ പിടിക്കാണ്ട് നല്ല ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഇടാൻ പോകുന്നത് ചിക്കനാണ്. ഇങ്ങനെ ചിക്കൻ പീസ് ഇടാം. ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസ് എടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വേണ്ട ഗ്രേവി വെക്കാം. നല്ലപോലെ പിഴിഞ്ഞെടുത്ത് നല്ല മസാലയൊക്കെ ഇതിൽ പിടിക്കണം. ഈ ചിക്കനിൽ ഈ മസാലയൊക്കെ ഇങ്ങനെ പിടിക്കണം. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, ഇളക്കി കൊടുക്കണ കാരണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ഗ്യാസ് കമ്മിയാക്കി വെച്ചാൽ മതി. നല്ല മിക്സ് ചെയ്യണം, നല്ല ഇളക്കി ഇറച്ചിയിൽ ഇതെല്ലാം പിടിക്കണം. ചേരുവകളെല്ലാം ഇറച്ചിയിൽ നല്ല പിടിക്കണം. നമ്മളിതിലേക്ക് നല്ല മണം വരുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മൾ ഈ മിക്സിയിൽ കുറച്ച് ഇതുണ്ടായിരുന്നു മസാല, അതൊക്കെ നല്ല ഒഴിച്ചിട്ട് നല്ല ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം പോരാ, കുറച്ചും കൂടി വെന്ത് വരുമ്പോൾ അത് നല്ല കട്ടിയാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ വെന്ത് വരുമ്പോൾ കട്ടിയായിരിക്കും, വളരെ തിക്കായി. കുറച്ച് വെള്ളത്തിൽ തന്നെ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഒരു 10 വിസിലൊക്കെ വരണം, എന്നാലും ഈ കുക്കറിൽ വേവ് കറക്റ്റാകും. ഞാനിത് നല്ലപോലെ ഇളക്കിയിട്ട് ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കാം. നോക്കിയിട്ട് പിന്നെ കുറച്ച് ഉപ്പ് കൊടുക്കാം. എല്ലാം ആയ ശേഷം ഉപ്പ് നോക്കാം. കുറച്ചും കൂടി ഇങ്ങനെ വെള്ളം ഒഴിക്കാം. വെള്ളം നമുക്ക് ആവശ്യത്തിന് വെക്കാം. നല്ല ഇളക്കി കൊടുക്കാം. ഇനി നമുക്കത് മൂടി വയ്ക്കാം. കഴിക്കുകയാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിക്കാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ട്. നന്നായിട്ടൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാം. നല്ല വെന്തിട്ട് ചിക്കൻ കറി കബാബ് നല്ല ഇതായിട്ട് മഴയുണ്ട്. ഇവര് മൈദ മുട്ടയൊക്കെ ചേർത്ത കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ഇനി അടുത്ത വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. ഓക്കേ.